coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മാധുര്യമുള്ള വചനം ശ്രവിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം റേമ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2020 ഈ വർഷത്തിൻ്റെ സമാപന ദിനങ്ങളിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. ഇന്നലെ ക്രിസ്തുമസ് നമ്മൾ ഏറ്റവും ആനന്ദത്തോടെ കൊണ്ടാടുകയുണ്ടായി. കർത്താവായ യേശുവിനെ സ്വന്തമാക്കി അനുദിനം ക്രിസ്തുമസിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നമ്മൾ വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷത്തിൻ്റെ ഈ സമാപന ദിനങ്ങളിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങളെ ഓർത്ത് കർത്താവിനോട് നന്ദി പറയാറുണ്ട്. വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും COVID-19 മൂലം ലോകത്തിനും തിരുസഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കൂട്ടായ്മകൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായ ഒരുപാട് നഷ്ടങ്ങളും വേദനകളും നൊമ്പരങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിലും എത്ര വിശ്വസ്തയോടെയാണ് കർത്താവ് നമ്മളെ പരിപാലിച്ചത്, കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. അത്ഭുതകരമാവിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തി. ഇതിനെല്ലാം ഓർത്ത് നമുക്ക് ഒരുപാട് നന്ദി പറയാം. ആത്മീയമായും ഭൗതികമായും നമ്മുടെ ചിന്തകൾക്കപ്പുറമായി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. എല്ലാം തീർന്നുവെന്ന് നമ്മൾ ചിന്തിച്ച നിമിഷങ്ങളിൽ പോലും എത്ര അതിശയകരമായിട്ടാണ് ഈശോ കൈപിടിച്ച് നടത്തിയത്. ഇത് നന്ദി പറയാനുള്ള സമയമാണ്. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, എഫെസസ്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. എത്ര മനോഹരമായ വചനമാണത്. എല്ലാറ്റിനും എല്ലായ്പ്പോഴും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, നമ്മുടെ സാഹചര്യങ്ങളെ ഓർത്ത്
വിശ്വസ്തയോടെ ദൈവം നമ്മളെ പരിപാലിച്ച ഓരോ നിമിഷത്തെ ഓർത്ത്, നമുക്ക് ലഭിച്ച സംരക്ഷണത്തെ ഓർത്ത് എന്ന് വേണ്ട അനേകം ദൈവിക ഇടപെടലുകൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ആവോളം അനുഭവിച്ചവരാണ് നമ്മൾ. ഇതിനെല്ലാം ഓർത്ത് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തണം. 40-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് പറയുന്നുണ്ട്, എത്രമാത്രം അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ അവിടുന്ന് പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥപൂർണമായ വചനമല്ലേ? നമ്മുടെ കാര്യങ്ങളിൽ എന്ത് ശ്രദ്ധയായിരുന്നു നമ്മുടെ കർത്താവിനെ. നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, നമ്മൾ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ, കഷ്ടനഷ്ടങ്ങളിൽ, രോഗപീഠകളിൽ, ആശങ്കകളിൽ, ആകുലതകളിലെല്ലാം വളരെ ശ്രദ്ധയോടെ കർത്താവ് നമ്മെ പരിപാലിച്ചു. ഈ കഴിഞ്ഞ ദിവസമൊക്കെ പലരും എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നടന്ന വർഷമായിരുന്നു 2020. ഒരുപാട് കർത്താവിൻ്റെ പരിപാലനം അടുത്തറിഞ്ഞ നാളുകളായിരുന്നു കഴിഞ്ഞ നാളുകളൊക്കെ. പ്രതികൂലത്തിന്റെ മധ്യയാണ് കർത്താവിന്റെ വിശ്വസ്തത വെളിപ്പെടുന്നത്. 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നില്ലേ, കഷ്ടതയുടെ കാലത്ത് ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ അനേക മനുഷ്യര് കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ, ദുരിതങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ പിന്നെ അവരെ കാണുന്നില്ല. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി സന്തോഷമായി പോകുമ്പോൾ അവർ മുന്നമേ നിന്ന് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തും. കഷ്ടപ്പാടിന്റെ കാലങ്ങളിൽ ആരാണ് നമ്മളെ സഹായിക്കുന്നത്, ആരാണ് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്? അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവര്. കർത്താവ് അങ്ങനെയുള്ളവനാ. നമ്മുടെ കർത്താവ് നല്ലവനാണ്. വീണ്ടും വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വചനമാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. നമുക്കുണ്ടായ നഷ്ടങ്ങളിൽ, കോട്ടങ്ങളിൽ, തകർച്ചകളിൽ, വേദനകളിൽ, നൊമ്പരങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, രോഗങ്ങളിൽ, സഹനങ്ങളിൽ, ഉയർച്ചകളിൽ, വളർച്ചയിൽ, ദൈവപരിപാലനയിൽ എല്ലാം ഹൃദയം തുറന്ന് ആനന്ദത്തോടെ നന്ദി പറഞ്ഞ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ദൈവ സാന്നിധ്യം വർദ്ധിക്കും. നമ്മുടെ കുടുംബങ്ങളിലുള്ള കർത്താവിൻ്റെ അഭിഷേകം വർദ്ധിക്കും. നമ്മുടെ ജീവിതങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രബലപ്പെടും. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. അതിനായി ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയം തുറന്ന്, കർത്താവേ 2020 ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ വർഷത്തിൽ ഞങ്ങൾ വിശ്വസ്തയോടെ പരിപാലിച്ച സ്നേഹത്തിനായി കർത്താവ് ഞങ്ങൾ ഒരു മനസ്സോടെ നന്ദി പറയാണ്. ലോകത്തിന്റെ പല ദിക്കുകളിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000 ഒന്നു ചേർന്ന് കർത്താവേ അങ്ങയോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കരമുയർത്തി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഞങ്ങളെ പരിപാലിച്ചതിനായി, സംരക്ഷിച്ചതിനായി, വഴി നടത്തിയതിനായി, കരുതിയതിനായി കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നന്ദിയോടെ സ്തുതിക്കുന്നു. വലിയ ആനന്ദത്തോടെ നമ്മളായിരിക്കുന്നിടത്ത് ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ നന്ദി പറയണം. പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയുടെ പ്രധാന ലക്ഷണം താങ്ക്സ് ഗിവിംഗ് സ്പിരിറ്റിലുള്ള ജീവിതമാണ്. നന്ദിയുടെ ആത്മാവിലുള്ള ജീവിതം. പരാതികളോ പരിഭവങ്ങളോ മുറുമുറുപ്പുകളോ അസംതൃപ്തികളോ അല്ല ദൈവമക്കളെ. എല്ലാറ്റിനെയും ഓർത്ത് ഹൃദയം തുറന്ന് നന്ദി പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നോടെ നന്മകൾക്കായി, വാക്കുകൾ പോരാ നാഥ, ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. ചേർന്ന് പാടിക്കേ. ചൊല്ലേണം ദൈവമേ നിന്നോടെ നന്മകൾ, വാക്കുകൾ പോരാ നാഥ, ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ
നന്ദി നന്ദി ഈശോയെ നന്ദി എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ഈശോയെ നന്ദി. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കായി വാക്കുകൾ പോരാ നാഥ ചൊല്ലാൻ ശക്തിയുമില്ല. ആ ബോധ്യത്തോടങ്ങ് പാടുകേ. എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, കർത്താവിന്റെ വിശ്വസ്തതയോർത്ത്, കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത്, അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് ഒരുമിച്ച് എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ഈശോയെ നന്ദി എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ഈശോയെ നന്ദി 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 ഈശോയെ നന്ദി. നന്ദി നന്ദി ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ ദേശാന്തരങ്ങളിൽ, സാർവത്രിക സഭയിൽ, ലോകം മുഴുവനിലും എല്ലാ ജനപദങ്ങളിലും പരിശുദ്ധാത്മ തീ പടരുവാൻ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞൊഴുകുവാൻ ഹൃദയം തുറന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ വരണമേ വരണമേ, ഈ ശുശ്രൂഷകൾ ഏറ്റെടുക്കണമേ, അനേകരെ അനുഗ്രഹിക്കണമേ, സൗഖ്യം കൊടുക്കണമേ, പ്രത്യാശ പകരണമേ, ദൈവ സാന്നിധ്യം നൽകണമേ, ദൈവ കൃപ നൽകണമേ, ദൈവ ശക്തി നൽകണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലുള്ള പരിശുദ്ധാത്മ സാന്നിധ്യം പ്രബലപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. 2021 കൃപയുടെ വർഷമായിട്ട് മാറാൻ, അത് കൂടുതൽ ദൈവാനുഗ്രഹത്തിന്റെ വർഷമായി മാറാൻ, പരസ്പരം സ്നേഹിച്ചും പ്രാർത്ഥിച്ചും കർത്താവിന് യോഗ്യമാം വിധം ജീവിക്കുന്നവരായി മാറുവാൻ നമുക്കൊരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാവരും ചേർന്ന് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരണമേ, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ, ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ തകർച്ചകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. കം കം ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് മൂവ്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആഗ്രഹിച്ച് പാടുകേ. അതിശയം ലോകത്തിൽ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. കം ഹോളി സ്പിരിറ്റ്. വരിക വരിക പരിശുദ്ധാത്മാവേ, അധിക ബലം കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരും വളർന്നിടൂ. ആഗ്രഹിച്ചങ്ങ് പറഞ്ഞ കർത്താവിനോട് 2021 കൃപയുടെ വർഷമാകുവാൻ, വചനത്തിന്റെ വർഷമാകുവാൻ കൃപ തരണമേ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. കം ഹോളി സ്പിരിറ്റ്. അയക്കണമേ നിഞ്ചനമുണർ. നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകൾ നൽകണമേ. എല്ലാവരും ചേർന്ന് അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ സാന്നിധ്യം നൽകണമേ. ഈശോയെ 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 നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. കൃപയുടെ അനുഗ്രഹത്തിന്റെ വചനത്തിന്റെ നിമിഷങ്ങളാക്കി പരിശുദ്ധാത്മാവേ തുറന്നു വരുന്ന മണിക്കൂറുകൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. അനോയിന്റ് അനോയിന്റ് അനോയിന്റ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2020 ഈ വർഷത്തിൻ്റെ എല്ലാ നന്മകളെ ഓർത്ത് അമ്മ വഴി ഞങ്ങൾ ത്രിയേക ദൈവത്തിന് നന്ദി പറയുന്നു. 2021 ഞങ്ങൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്.
ലോകത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഞങ്ങൾക്ക് ആശങ്കകൾ, ആകുലതകളൊക്കെ ഉണ്ട് അമ്മേ. എങ്കിലും അമ്മ എല്ലാം ഏറ്റെടുത്ത് അമ്മ ക്രമപ്പെടുത്തണം. ഞങ്ങൾ അമ്മയുടെ കരങ്ങൾ പിടിക്കുകയാണ്. ഞങ്ങൾ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അമ്മ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കണമേ. അമ്മ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശൗസേ പിതാവേ, തിരുസഭയുടെ കാവൽക്കാര, തിരുകുടുംബത്തിന്റെ പാലക പിതാവേ, ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേകണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ അമ്മയോടൊപ്പം നമ്മുടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ. അമ്മയോട് ചേർന്ന് പാടിക്കേ. അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. അമലേ അമലേ മരിയേ. ആമേൻ. കർത്താവിൻ്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ടെലിവിഷൻ സ്ക്രീനിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആവശ്യങ്ങൾ, നിയോഗങ്ങളൊക്കെ വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാം. ഈ ശുശ്രൂഷയുടെ അവസാന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഈ നിയോഗങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കാൻ, പരിശുദ്ധാത്മ ഇടപെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആവശ്യമുള്ളവരെ, ആഗ്രഹിക്കുന്നവരെല്ലാം അത് സന്ദേശമായിട്ട്, കമൻ്റായിട്ട് നിങ്ങളത് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോകുന്നത് തീരുമാനങ്ങളെ ആദരിക്കുന്ന ദൈവം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 2021 നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ്. കർത്താവ് പ്രവർത്തിക്കണം, കർത്താവ് ഇടപെടണം, നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങണം, കർത്താവിൻ്റെ പരിപാലന ഉണ്ടാകണം, സംരക്ഷണം ഉണ്ടാകണം. ഇതെല്ലാം നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതം കർത്താവിനാൽ സക്സസ് ആകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം പ്രബലപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞൊഴുകണമെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അത് നമ്മുടെ തീരുമാനങ്ങളാണ്. നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയും നിർണയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ്. ഇന്ന് അനേകരെ ദൈവകൃപയിൽ ഉയർന്നിരിക്കുന്നു, പലരും ആനന്ദത്തോടെ ജീവിക്കുന്നു, പലരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നു. പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയാറുണ്ട്. എന്താണ് ഇതിന് കാരണം? അതിൻ്റെ ഒരു പ്രധാന അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അവരെടുത്ത തീരുമാനമാണ്. അതവരുടെ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല, കർത്താവിൻ്റെ ആലോചനയിൽ രൂപം കൊണ്ട തീരുമാനങ്ങളായിരുന്നു. ആ തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആ തീരുമാനങ്ങളിൽ കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു. അതവരുടെ ജീവിതത്തെ ഉയർത്തി, അതവരുടെ കുടുംബങ്ങളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. അതവരുടെ ജീവിതത്തിന് എല്ലാ തലങ്ങളിലും ദൈവകൃപ കടന്നു വരുവാൻ മുഖാന്തരമായി. ചില വ്യക്തികൾ പലരും അസംതൃപ്തരും, നിരാശിതരും, പരാജയപ്പെട്ടവരും, ദുഃഖിതരും, നൊമ്പരമുള്ളവരും, എന്ത് ചെയ്താലും മുന്നേറാൻ കഴിയാത്ത വിധം തകർന്നു പോയവരെ. അതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ടാകാം, എന്നാൽ ഒരു പ്രധാന കാരണം അവരുടെ ജീവിതത്തിൽ അവരെടുത്ത ചില തെറ്റായ തീരുമാനങ്ങളായിരുന്നു. നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ പവറുണ്ട്.
ഓരോ തീരുമാനവും കർത്താവിൻ്റെ ആലോചനയിൽ നിന്ന് വരണം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം, കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇല്ലാത്ത ഒരു തീരുമാനം നമുക്ക് വേണ്ട. കർത്താവിൻ്റെ തീരുമാനമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എത്ര ബുദ്ധിമാന്മാരാണെങ്കിലും, കഴിവുള്ളവരാണെങ്കിലും, പ്രാപ്തിയുള്ളവരാണെങ്കിലും, ഈ ലോകത്തിലെ ഡിഗ്രികൾ നേടിയിട്ടുള്ളവരാണെങ്കിലും, സർവജ്ഞാനിയായ കർത്താവിൻ്റെ തീരുമാനമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഏവർക്കും ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഉചിതമായത്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വചനം, നമുക്ക് ആ വചനത്തിൽ നിന്ന് ആരംഭിക്കാം. എന്താണ് പരിശുദ്ധാത്മ നമ്മോട് പറയുന്നത്? പ്രഭാഷകൻ 3:24, വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. എത്ര ഷാർപ്പായ വചനമാണത്! വിവേകശൂന്യമായ തീരുമാനം അനേകരെ നാശത്തിലെത്തിച്ചിട്ടുണ്ട്, അനേകരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, അനേകരുടെ ജീവിതം പാഴായി പോകാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ ഈ 30 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട അനേകരെ കണ്ടുമുട്ടാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പലരും പൊട്ടിക്കരഞ്ഞ് തകർന്ന ഹൃദയത്തോടെ പറഞ്ഞിട്ടുണ്ട്, സഹോദര, പലരും ഞങ്ങളോട് പറഞ്ഞതാ, ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴും പറഞ്ഞത് ശരിയല്ല, ഈ തീരുമാനം മാറ്റണം, ഇങ്ങനെ പോകരുത്, ഇങ്ങനെ ചിന്തിക്കരുത്, ഇങ്ങനെ പ്രവർത്തിക്കരുത്. ഞങ്ങൾ അന്നും അതൊന്നും കേട്ടില്ല. ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ഞങ്ങളുടെ തീരുമാനങ്ങളെ പുറകെ പോയി. ഇന്ന് ജീവിതം മുഴുവൻ തകർന്നു പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തവരെ പോലെ, ഒന്നുമില്ലാത്തവളെ പോലെയായി അവരിപ്പോൾ പരിതപിക്കുകയാണ്. ഈ തകർച്ചയുടെ കാരണം എന്താ? കഴിഞ്ഞ നാളുകളിൽ അവരെടുത്ത വിവേകശൂന്യമായ ചില തീരുമാനങ്ങളാണ് ഇന്ന് അവരുടെ ജീവിതങ്ങളെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നിർമ്മലമായ വചനം പറയാണ്, നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയിലും തളർച്ചയിലും, നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിലും വിജയത്തിലും, നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദത്തിലും ദുഃഖത്തിലും നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കർത്താവിന്റെ വചനം വീണ്ടും ഇതിനോട് ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? സുഭാഷിത പുസ്തകം 3-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങള് എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണത്. നമുക്ക് വചനം ശ്രദ്ധിക്കാം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധി ആശ്രയിക്കരുത്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ ലഭിക്കുന്നത്? നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, നിനക്ക് വേണ്ട വഴി അവിടുന്ന് തെളിയിച്ചു തരും. എത്ര അർത്ഥവത്തായ വചനമാണ്! കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിനോട് ആലോചന ചോദിക്കുക. നമ്മൾ എത്ര ബുദ്ധിമാന്മാരും കഴിവുള്ളവരാണെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുൻപ് കർത്താവിന്റെ ആലോചന, കർത്താവിന്റെ ഡിസിഷൻ, ഇതിലെന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. സ്വന്തം ബുദ്ധി ആശ്രയിക്കരുത്. നമ്മുടെ കഴിവുകളിലെ, നമ്മുടെ ചില അനുഭവങ്ങളിലെ, പരിചയങ്ങളിലെ നമ്മൾ ആശ്രയിച്ചാൽ അത് നമുക്ക് കെണിയായിട്ട് തീരും. എത്ര പേരെ ഈ കെണിയിൽ പെട്ടുപോയിരിക്കണം എന്നറിയോ? നമ്മുടെ ബുദ്ധി ആശ്രയിക്കരുത്, നമ്മുടെ അനുഭവങ്ങളിൽ ആശ്രയിക്കരുത്. ആശ്രയത്വം എപ്പോഴും ദൈവമായ കർത്താവിൽ, പരിശുദ്ധാത്മാവിൽ മാത്രമായിരിക്കണം. ഹല്ലേലൂയ! ആരൊക്കെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നുവോ, ആരെല്ലാം കർത്താവിന്റെ ആലോചനയ്ക്ക് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാമത്തെ വചനം. ഈ പുതുവർഷത്തിൽ നമുക്കിങ്ങനെ ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ! കർത്താവ് വ്യക്തമായി നമ്മളെ ഗൈഡ് ചെയ്യും. ഇത് ചെയ്യരുത്, ഇങ്ങനെ പറയരുത്, ഇത് ഉപേക്ഷിക്കണം, ഇത് സ്വന്തമാക്കണം, നീ ഈ വഴിയിലൂടെ നടക്കണം, അത് നീ കാണരുത്, ഇത് നീ ചെയ്യരുത്. കർത്താവ് കൃത്യമായ ഡയറക്ഷൻ അതാത് സമയങ്ങളിൽ, ഓരോ സമയത്തും കൃത്യമായ നിർദ്ദേശങ്ങള്, കൃത്യമായ ആലോചനകള്, കൃത്യമായിട്ടുള്ള നടത്തിപ്പ് നമ്മുടെ ജീവിതങ്ങൾക്ക് തരികയാണ്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതിലോട്ട് പോവുക, ഈ വഴിയിലോട്ട്, ഇങ്ങോട്ടല്ല പോകണ്ട, ഇങ്ങോട്ട് ഈ വഴിയിലോട്ട് പോവുക. കൃത്യം ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ജീവിതം കൃപ നിറഞ്ഞ ജീവിതമാകണോ? നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണോ? നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിന്റെ കുടുംബങ്ങളായി മാറണമെങ്കിൽ ഈ വചനം നമ്മൾ അനുസരിക്കണം. കർത്താവിന്റെ ആലോചനയിൽ വേണം നമ്മൾ ഓരോന്നും തീരുമാനിക്കണം. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിനോട് ആലോചന ചോദിക്കാൻ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം വഴിക്ക് പോയിട്ട് പിന്നെ നശിച്ചിട്ടും തകർന്നിട്ടും പരാജയപ്പെട്ടിട്ടും പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് ഈ ദൂത് നമ്മളെ കേൾപ്പിക്കുക. ഈ വരുന്ന ഈ പുതുവർഷം അത് ദൈവകൃപയുടെ വർഷമായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലുള്ള ചില പരാജയങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, ദുഃഖ ദുരിതങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ ഇതെല്ലാം കൃപയായി പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തണമെങ്കിൽ നമ്മൾ ശരിയായ ചില തീരുമാനങ്ങൾ ഇന്നെടുക്കുവാൻ തയ്യാറാകണം. വീണ്ടും നമുക്ക് കാണാൻ പറ്റും ജെറമിയ പ്രവചനം 29:11. അവിടെ എന്താ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്? കർത്താവിനെ നിങ്ങളെ കുറിച്ചുള്ളൊരു പദ്ധതി, നമ്മൾ ഓരോരുത്തരെ കുറിച്ചുള്ള പദ്ധതി കർത്താവിന്റെ മനസ്സിലുണ്ട്. ശ്രദ്ധിക്കണം, കർത്താവിന്റെ മനസ്സിലുണ്ട്. സന്തോഷ്, ഈ ഞാൻ ആരായി തീരണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണം, എൻ്റെ ഭാവി ശുശ്രൂഷകള്, ഫാമിലി, എൻ്റെ ബന്ധങ്ങള്, ഇടപാടുകള്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ക്ലാരിറ്റി കർത്താവിന്റെ മനസ്സിലുണ്ട്. കർത്താവിന് അറിയാം. കർത്താവ് മണ്ടനല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ ഭാവി, നമ്മുടെ മക്കളെ കുറിച്ചുള്ള പദ്ധതികള്, സ്വപ്നങ്ങള്, നമ്മുടെ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, വരുമാന മാർഗങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യവും കൃത്യമായി കർത്താവിന്റെ മനസ്സിലുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണേ? ആ മനസ്സറിയാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മൾ സക്സസ് ആവുന്നത്. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ഇത് ആരാ പറയുന്നത്? ഒരു വഴിപോക്കനല്ല, സർവശക്തന് സർവാധിപനുമായ നമ്മുടെ കർത്താവ്. നിങ്ങളുടെ നാശത്തിനല്ല ഈ പദ്ധതി, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ പദ്ധതികൾക്ക് കീഴ്പ്പെടണം. കർത്താവിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. എടുത്തു ചാടി നമ്മളൊന്നും അവിവേകം കാണിക്കരുത്. ചിലരുടെ പ്രത്യേകത പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു ചാടി ഓരോന്നോരോന്നങ്ങ് ചെയ്തു പോവുക. അത് മുഴുവൻ കെണികളായി മാറുന്നു. നമ്മുടെ ജീവിതം താറുമാറായി മാറുന്നു. ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവണം. സങ്കീർത്തന പുസ്തകം 32:8 വീണ്ടും കർത്താവ് പറയുന്നുണ്ട്. എന്താ കർത്താവ് പറയുന്നത്? ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ എൻ്റെ കണ്ണുറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം. ഇങ്ങനെ ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നത്? നമുക്ക് വേണ്ട ആലോചനകള് ഓരോ സമയത്തും പറഞ്ഞു തരുവാൻ നമ്മുടെ അപ്പനേക്കാളും അമ്മയേക്കാളും നമ്മുടെ ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും നമ്മുടെ സഹോദരനേക്കാളും സഹോദരിയേക്കാളും ഈ ലോകത്തിൽ മറ്റാരേക്കാളും നമ്മെ നന്നായി അറിയുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ വിശ്വസ്തനായ കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നത്? ഏത് വിഷയത്തിലാണോ എൻ്റെ സഹോദരൻ നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ എൻ്റെ സഹോദരി നീ ചങ്ക് തകർന്നിരിക്കുന്നത്, ആ വിഷയത്തിൽ കൃത്യമായ ആലോചന കർത്താവിന്റെ മനസ്സിലുണ്ട്. അതറിയാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി മുട്ടുമടക്കണം, അതിനുവേണ്ടി കൈവിരിക്കണം, അതിനുവേണ്ടി ഉപവസിക്കണം, അതിനുവേണ്ടി നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. കർത്താവ് പറഞ്ഞു തരും. കർത്താവിന് മുഖപക്ഷമില്ല പ്രിയപ്പെട്ടവരെ. കൃത്യമായ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു തരും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2:16 എന്താ വചനം പറയുന്നത്? ആ വാക്യം നമുക്കത് ശ്രദ്ധിക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? നമ്മളൊരു കാര്യം ചെയ്യണേക്ക് മുമ്പ്, കർത്താവേ നിനക്കിത് ഇഷ്ടമാണോ? ഇത് നിന്റെ പ്ലാനാണോ? കർത്താവേ ഇത് നീ ആഗ്രഹിക്കുന്നതാണോ? എൻ്റെ മകൻ്റെ ഈ വിദ്യാഭ്യാസം, അവൻ UK പോണത്, അവൻ അമേരിക്കയിൽ പോണത്, അവൻ സിംഗപ്പൂരിൽ പോണത്, അല്ലെങ്കിൽ അവൻ അയർലൻഡിൽ പോകുന്നത്, മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോകും. കർത്താവെ അവിടെ ചെന്ന് പഠിക്കുന്നതിൻ്റെ ഇഷ്ടമാണോ? അവൻ അവിടേക്ക് ജോലിക്ക് പോകുന്ന നീ ആഗ്രഹിക്കുന്നതാണോ? അവൻ ഇന്ന കോളേജിൽ ചേരുന്നത്, അവൻ ഇന്ന കോഴ്സ് പഠിക്കുന്നത്, കർത്താവെ ഇത് നിന്റെ പദ്ധതിയാണോ? നമ്മൾ ആലോചന ദൈവം പറഞ്ഞു തരും. കർത്താവിനെ ഭയപ്പെടുന്നവരെ
കർത്താവിനെ സ്നേഹിക്കുന്നവരെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ജീവിതങ്ങൾ സക്സസ് ആവാനുള്ള ഒരു പ്രധാന കാര്യം. നമ്മൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി ഇതാണ്. നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം സ്ഥിരമായി വസിക്കുവാനുള്ള വഴി ഇതാണ്. എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ ആലോചന തേടുക. ഇപ്രകാരം കർത്താവിനോട് ചേർന്ന് തീരുമാനമെടുത്ത ചില വ്യക്തികളെ ഈ സമയം പരിശുദ്ധാത്മ കാണിച്ചു തരാൻ പോവുക. അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ വിജയങ്ങൾ, അവർക്കുണ്ടായ നന്മകൾ, അവർക്കുണ്ടായ ഉയർച്ചകൾ, ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? ലോകത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, ലോകത്തിൽ എന്തെല്ലാം കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഇതിൻ്റെയൊക്കെ നടുവിൽ തന്നെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുവാനും സൂക്ഷിക്കുവാനും അവരെ ഉയർച്ചയിലേക്ക് നയിക്കുവാനും കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഉൽപ്പത്തിയുടെ പുസ്തകം 17:1 കർത്താവ് പറഞ്ഞു, ഐ ആം ഓൾമൈറ്റി ഗോഡ്. അബ്രഹാം, ഞാൻ സർവശക്തനായ ദൈവമാണ്. ഓൾ സഫിഷ്യന്റ് ഗോഡ്. എനിക്ക് അസാധ്യമായ യാതൊന്നുമില്ല, എനിക്ക് കഴിയാത്തതായ യാതൊന്നുമില്ല. ഇപ്രകാരം ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. സർവശക്തനായ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ ചങ്ക് പറിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുകയോ? നമ്മുടെ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടാതിരിക്കുകയോ? നമ്മുടെ വിഷയങ്ങളിൽ കർത്താവ് ആലോചന തരാതിരിക്കുകയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നല്ലവനാണ്. നമ്മൾ പാടുന്നില്ലേ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ. ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്. ഏത് സാഹചര്യത്തിലും നമ്മുടെ കർത്താവ് നല്ലവനാണ്. സാഹചര്യങ്ങൾ മാറിയാലും കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഇപ്രകാരം ശരിയായ തീരുമാനങ്ങൾ കർത്താവിനോട് ചേർന്ന് എടുത്ത ഒരു 2-3 വ്യക്തികൾ പെട്ടെന്ന് പറയാൻ പോവാണ്. അതിൽ പ്രധാന ഒരു വ്യക്തിയാണ് ദാനിയേൽ പ്രവാചകൻ. പ്രവാചകനായ ദാനിയേൽ എന്നാ ഒരു പ്രവാചകനാണെന്നറിയോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്. അസാധാരണമായ ദൈവിക ജ്ഞാനം ദാനിയേലിനുണ്ടായിരുന്നു. ദാനിയേലിന്റെ ജീവിതത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന് നടത്തിപ്പുണ്ടായിരുന്നു. ദാനിയേൽ ജീവിച്ചത് കർത്താവിന്റെ വിശ്വസ്തതയിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ബാബിലോൺ സാമ്രാജ്യത്തിൽ രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതനായ അധികാരിയായി ദാനിയേൽ ഉയർത്തപ്പെട്ടു. ദാനിയേലിന്റെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കുമുള്ള അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? അവനെടുത്ത തീരുമാനമായിരുന്നു. കർത്താവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പ്രവാചകനായ ദാനിയേലെടുത്ത തീരുമാനം. നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാകണം. നമ്മൾ വചനം കേട്ട് ഇങ്ങനെ പോയവരാകരുത് മക്കളെ. തീരുമാനം ഉണ്ടാകണം, കർത്താവിന് ചേരുന്ന തീരുമാനങ്ങൾ. ദാനിയേൽ പ്രവചനം 1:8. എന്താണ് ദാനിയേൽ എടുത്ത തീരുമാനം? നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതിനാൽ മലിനനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. ഈ വചനം നമുക്ക് മനസ്സിലായി ദൈവമക്കളെ. എന്താ ദാനിയേലിന്റെ തീരുമാനം? എന്നെ മലിനപ്പെടുത്തുവാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഈ ലോകത്തിലെ യാതൊന്നിനെയും അനുവദിക്കുകയില്ല. എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും എന്നെ മലിനപ്പെടുത്തുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കില്ല. ഈ സമയത്ത് ദാനിയേൽ ഒരു 18-19 വയസ്സ് പ്രായമുള്ളൂ. ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്, ഡിന്നറാണ്. എന്തു വേണമെങ്കിലും ഇഷ്ടം പോലെ ആസ്വദിച്ച് കഴിക്കാം. ഒരു 18 വയസ്സുകാരൻ തീരുമാനമെടുക്കുകയാണ്, കർത്താവിന് ചേരാത്ത, കർത്താവിന് യോഗ്യമല്ലാത്ത ഒന്നും ഞാൻ ഭക്ഷിക്കുകയില്ല. എന്റെ ജീവിതത്തെ മലിനപ്പെടുത്തുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കുകയില്ല. എന്നെ ഒരു തീരുമാനം ദൈവമക്കളെ. ഈ തീരുമാനത്തിലേക്ക് കടന്നു നമുക്ക് എത്ര പേർക്ക് പറ്റും? ഇത് പ്രസംഗിക്കാൻ എളുപ്പാ, എന്നാൽ ഇതിനു വേണ്ടി വില കൊടുക്കുവാൻ, ഇതിനോട് കമ്മിറ്റഡ് ആകുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുമെന്നാണ്
ഈ സമയം കർത്താവിന് അറിയേണ്ടത് ഇതാണ്. കർത്താവിന് അറിയേണ്ടത് ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു, ഇതിന് കർത്താവ് കൊടുത്ത റിവാർഡ്, പ്രതിഫലം എന്തായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പ്രതി ചില സുഖങ്ങൾ നമുക്ക് അർഹതപ്പെട്ട സുഖങ്ങളാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുമ്പോൾ, കർത്താവിനെ പ്രതി ലോകത്തിന്റെ നൈമിഷിക സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ, കർത്താവിനെ പ്രതി ആരോഗ്യം നഷ്ടപ്പെടുത്തുമ്പോൾ, കർത്താവിനെ പ്രതി ലോകത്തിന്റെ എന്റർടൈൻമെന്റ്സ് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, കർത്താവിനെ പ്രതി സമയം നഷ്ടപ്പെടുത്തുമ്പോൾ, കർത്താവിനെ പ്രതി സമ്പത്ത് നഷ്ടപ്പെടുത്തുമ്പോൾ, കർത്താവിനെ പ്രതി ഈ ലോകത്തിലെ സുഖങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ, അത് കാണാതെ പോകുന്ന ഒരുവനല്ല നമ്മുടെ കർത്താവ്. അതിനെല്ലാം ഈശോയുടെ കരങ്ങളിൽ കൃത്യമായ പ്രതിഫലമുണ്ട്. ദൈവം കൊടുത്തു പ്രതിഫലം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 17-20 വചനങ്ങളിൽ കാണാൻ പറ്റും. അതിനുശേഷം ദാനിയേൽ പ്രവചനം 6:3 വരിക. എല്ലാ വചനങ്ങളും വായിച്ചു പോയി നമുക്ക് സമയം കിട്ടത്തില്ല. ദാനിയേൽ പ്രവചനം 6:3 അത്ഭുതകരമായ ദൈവിക ചൈതന്യമുണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. തന്റെ രാജ്യം മുഴുവന്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. ഹല്ലേലൂയ! കർത്താവിനോട് ചേർന്ന് ശരിയായ തീരുമാനം ദാനിയേൽ എടുത്തപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ വളർച്ച, അവന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ച, അവന്റെ ജീവിതത്തിലുണ്ടായ സമൃദ്ധി. ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ പ്രവർത്തനം. ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകണം. വിവേകശൂന്യമായ തീരുമാനങ്ങൾ അനേകരെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, അനേകരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, അനേകരെ ദുഃഖിതരും നിരാശിതരുമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകേണ്ട പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് അവസരങ്ങളും സാധ്യതകളും കർത്താവ് തരുന്നുണ്ട്. ഈ ഒരു സാധ്യത നമ്മൾ പിടിച്ചെടുക്കണം. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആലോചനയ്ക്കായിരിക്കണം ഒന്നാം സ്ഥാനം. രണ്ടാമത്തെ വ്യക്തിയാണ് നമ്മുടെ പൂർവ്വ ജോസഫ്. പൂർവ്വ ജോസഫിന്റെ തീരുമാനം എന്തായിരുന്നു? നമുക്കറിയാം ആ സംഭവങ്ങളൊക്കെ, ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഉൽപ്പത്തിയുടെ ദിവസം 39-ാം അധ്യായം 7-8 വചനങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. പോത്തിഫറിന്റെ സുന്ദരിയായ ഭാര്യ ജോസഫിന്റെ അരികിൽ വന്ന് അവനുമായി പാപം ചെയ്യാൻ അവൾ അവനെ പ്രലോഭിപ്പിക്കുകയാണ്, അവൾ അവനെ പ്രേരിപ്പിക്കുകയാണ്. ഓരോ ദിവസം വന്നിട്ട് പറയും, ജോസഫ് എന്നോട് കൂടെ പാപം ചെയ്യാം, ഞാൻ നിനക്ക് സ്നേഹം തരാം, ഞാൻ നിനക്ക് സുഖം തരാം, നിനക്ക് വേണ്ടതൊക്കെ തരാം, നീ എന്നോട് കൂടെ പാപം ചെയ്യുക. എന്നാൽ ഇതിന്റെ നടുവിൽ ജോസഫിന്റെ തീരുമാനം എന്തായിരുന്നു? തീരുമാനം ശ്രദ്ധിക്കണം, തീരുമാനങ്ങൾ ആദരിക്കുന്നവനാ നമ്മുടെ കർത്താവ്. തീരുമാനങ്ങളെ ബഹുമാനിക്കുന്നവനായ ദൈവം. ജോസഫിന്റെ നിലപാട് എന്തായിരുന്നു? അവന്റെ തീരുമാനം എന്തായിരുന്നു? ഈ മക്കളെ, ഉൽപ്പത്തി 39-ാം അധ്യായം 9-ാമത്തെ തിരുവചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നേക്കാൾ വലിയവനായ ആരും ഈ ഭവനത്തിൽ ഇല്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് എന്റെ ദൈവത്തിനെതിരായി പാപം ചെയ്യുക? ഹല്ലേലൂയ! ആ സ്ത്രീ വലിയ വലിയ ഓഫറുകളെ കൊടുത്തേ. ജോസഫേ, ഞാൻ നിനക്ക് ഇഷ്ടം പോലെ സന്തോഷം തരാം, സുഖം തരാം, നിനക്ക് വേണ്ടതൊക്കെ തരാം. ജോസഫ് പറഞ്ഞു, ഇല്ല സഹോദരി, എന്റെ കർത്താവിനെതിരായി ഞാൻ പാപം ചെയ്യില്ല. ഇതിനെപ്രതി എനിക്ക് മരിക്കേണ്ടി വന്നാലും, ഈ ഒരു തീരുമാനത്തെ പ്രതി എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങളും സഹനങ്ങളും ഏൽക്കേണ്ടി വന്നാലും എന്റെ തീരുമാനത്തിനൊരു മാറ്റവുമില്ല. ഞാൻ എന്നെ വിളിച്ച എന്റെ കർത്താവിനെ വേദനിപ്പിക്കുകയില്ല. ഹല്ലേലൂയ! ഇത് ദൈവം കാണാതിരിക്കുകയോ? സഹോദരങ്ങളെ, ഇത് കർത്താവ് കാണാതിരിക്കുകയോ? പറ, കർത്താവ് കാണാതിരിക്കുകയോ? ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ ഹൃദയം അങ്ങ്, ഓ മൈ ബിലൗഡ്, ജോസഫിനെ നോക്കി കർത്താവ് വിളിച്ച്, എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോനെ. കർത്താവിന്റെ ഹൃദയം തുടിക്കുകയാണ്. ഇങ്ങനെയുള്ള ആത്മാക്കളെ പ്രതി, ഇതുപോലെ തീ പിടിച്ച ആത്മാക്കളായി നമ്മൾ മാറണം, തീയുള്ളവരാകണം നമ്മൾ. കർത്താവിന്റെ രാജ്യത്തെ പ്രതി, കർത്താവിന്റെ ആത്മാക്കളെ പ്രതി, കർത്താവിന്റെ സഭയെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി തീ പിടിച്ച ആത്മാക്കള്. ജോസഫ് അങ്ങനെയുള്ള ഒരു ആത്മാവായിരുന്നു. ഇതിന് ദൈവം കൊടുത്ത റിവാർഡ് എന്താ ദൈവമക്കളെ? ഉൽപ്പത്തിയുടെ പുസ്തകം 41-41 എടുക്ക്. 41-41 നമുക്ക് ഒരുമിച്ച് വായിക്കാം വചനം. ഫറവോ തുടർന്നു,
ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഏത് രാജ്യത്ത് അടിമയായി വേല ചെയ്തോ ആ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി, ആ രാജ്യത്തിന് പ്രധാനമന്ത്രിയായി കർത്താവ് ജോസഫിനെ ഉയർത്തി. ഗ്ലോറിയസ് ഡേ. എൻ്റെ സഹോദര സഹോദരി, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർത്തപ്പെടലിൻ്റെ, ഒരു വളർച്ചയുടെ, അഭിവൃദ്ധിയുടെ, മറ്റുള്ളവരുടെ മുൻപിൽ കണ്ണുനീരും തലവേദനയും നിന്ന പാത്രവും അവഹേളന പാത്രങ്ങളുമായി നടന്നിരുന്ന എന്നെയും നിങ്ങളെയും പിടിച്ച് ഇതുപോലെ ഉയർത്തുന്ന ഒരു ദിവസം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. എ ഗ്ലോറിയസ് ഡേ. ഹല്ലേലൂയ. ജീസസ്, ജീസസ്. പക്ഷെ അതിനുവേണ്ടി വില കൊടുക്കണം. നമ്മള് വെറുതെ ഈസി ചെയറിൽ ഇരുന്ന് ചായ കുടിക്കുന്ന പോലെ ഉള്ള പരിപാടിയല്ല ഇത്. വില കൊടുക്കണം, വില കൊടുക്കണം. അതിനാവശ്യമായ പെയിൻ വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്തെ വ്യക്തി എസ്തേറാണ്. എസ്തേർ ഒരു അനാഥ പെൺകുട്ടി. അപ്പനും അമ്മയും അവൾക്കില്ല. ഹദാസ എന്നവളുടെ പേര്. സുന്ദരിയായ മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി. ഇങ്ങനെ അപ്പനും അമ്മയില്ലാത്ത ഒരു അനാഥ പെൺകുട്ടിയെ പേർഷ്യൻ സാമ്രാജ്യത്തിന് രാജ്ഞിയായി കർത്താവ് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, നിസാര കാര്യമൊന്നല്ലത്. എസ്തേറിന്റെ ഈ ഉയർച്ചയുടെ കാരണം എന്താണെന്നറിയോ? എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവള് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ ഈ പൊന്നുമോള് ഈ രാജകൊട്ടാരത്തിൽ വന്നപ്പോഴും ആരോടാ പറയുന്നത്? അവിടുത്തെ സേവകനോടല്ല, സർവജ്ഞാനിയായ കർത്താവിനോടാ പറയുന്നത്. അതും ചങ്കുറപ്പോടെ, അഭിമാന ബോധത്തോടെ പറയുന്നത്, കർത്താവേ, അങ്ങയുടെ ഈ ദാസി ഇതുവരെ അങ്ങയിലല്ലാതെ മറ്റൊന്നിലും ആനന്ദം കണ്ടെത്തിയിട്ടില്ല. ദൈവമേ, എന്നാ പ്രാർത്ഥനയത്, എന്നാ പറച്ചിൽ എസ്തേർ പറയുന്നത്. പേർഷ്യൻ രാജ്യത്തിന്റെ രാജ്ഞിയായി സുഖമായിട്ട് വാഴുമ്പോൾ എന്ത് സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. എസ്തേർ പറയാം, ഇതിലൊന്നിലും നിങ്ങളുടെ ദാസിക്ക് ആനന്ദമില്ല. കർത്താവേ, അങ്ങയിലാണ് എൻ്റെ ആനന്ദം, അങ്ങയിലാണ് എൻ്റെ ആനന്ദം. എനിക്ക് അങ്ങ് മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, അങ്ങയിലാണ് എൻ്റെ ആനന്ദം. ഈ ഒരു തീരുമാനമായിരുന്നു എസ്തേറിനെ എസ്തേറാക്കി മാറ്റിയത്. അവളെ രാജ്യപദത്തിലേക്ക് ഉയർത്തുവാൻ കർത്താവ് അവളോട് കരുണ കാണിക്കുകയാണ്. ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ എസ്തേറിന്റെ ജീവിതത്തിൽ ഉയർച്ചയുടെ കാരണം അതായിരുന്നു. നാലാമത്തെ ഒരാളാണ് സെന്റ് പോൾ. എനിക്കിഷ്ടപ്പെട്ട വലിയൊരു സ്ലേഹയാണ് പൗലോസ്. പൗലോസ്ലേഖ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ലേഹയാണ്. പൗലോസിനെ പൗലോസാക്കി മാറ്റിയത് എന്തായിരുന്നു? റോമാക്കാർക്കുള്ള ലേഖനം 8:35 പൗലോസ്ലേഖ പറയുന്നുണ്ട് ആ വചനം. നമുക്ക് ആ വചനം ഒരുമിച്ച് വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? എത്ര സ്ട്രോങ് ആയ ഡിസിഷനാണ്. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു സ്ഥാനമാനത്തിനും, ഒരു ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും, ഈ ലോകത്തിന് ഒരു സുഖത്തിനും, ഒരു നിറത്തിനും, വർണ്ണത്തിനും, ഇമ്പത്തിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ സാധ്യമല്ല. എത്ര ശക്തമായ തീരുമാനം! ഈ 2021 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പാകപ്പിഴകളെ പരിഹരിക്കുവാൻ കർത്താവിനോട് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്കും ദുർബലതകളിലേക്കും നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തണം. നമ്മെ ഈശോ സഹായിക്കും, നമ്മെ കർത്താവ് ബലപ്പെടുത്തും. പൗലോസ് പറഞ്ഞ, ആർക്കും എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റത്തില്ല. അഭിമാന ബോധത്തോടെ തൻ്റെ ഈ ലോക ജീവിതത്തിന് അവസാന മണിക്കൂറുകളിൽ പൗലോസ് പറഞ്ഞു, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-8 വചനങ്ങളാണ്. എന്തൊരുറപ്പായിരുന്നു തന്റെ രക്ഷയെക്കുറിച്ച്! എന്തുകൊണ്ട് പൗലോസിനെ ഉറപ്പ് കിട്ടിയത്? പൗലോസ് കർത്താവിന്റെ സ്നേഹത്തിലാണ് ജീവിച്ചത്.
പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ വിശ്വസ്തതയിലാണ് ജീവിച്ചത്. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. ഇതിനുള്ള പ്രതിഫലം എന്താ? 8-ാമത്തെ വചനം, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു, നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എന്നാ ഒരു ഉറപ്പാ പൗലോസിനുണ്ടായിരുന്നത്, തൻ്റെ രക്ഷയെക്കുറിച്ച്, തൻ്റെ നിത്യതയെക്കുറിച്ച്. ഈ ഉറപ്പ് എവിടുന്ന് കിട്ടി? വിശുദ്ധ പൗലോസിന് തൻ്റെ തീരുമാനമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ പറ്റത്തില്ല. അത്ര ഇന്റിമേറ്റ് റിലേഷൻ. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇനി കർത്താവ് ഇല്ലാതെ, കർത്താവിനോട് ആലോചന ചോദിക്കാതെ തീരുമാനമെടുത്ത 2-3 പേരോട് പെട്ടെന്നൊന്ന് പരിശുദ്ധാത്മ കാണിക്കാൻ പോവാണ്. നമുക്ക് അവരെ വേഗത്തിൽ നോക്കാം. ഒന്നാമത്തെ ആളാരാന്നറിയോ? നമ്മുടെ ഹവ്വാമ്മച്ചി തന്നെയാണ്. ദൈവമായ കർത്താവ് കൃത്യമായ ആലോചന കൊടുത്തിരുന്നു, ആ പഴം തിന്നരുതെന്ന്. എന്നാൽ ഹവ്വയുടെ തെറ്റായ ഡിസിഷൻ, കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള തീരുമാനം, കർത്താവിനെ അവഗണിച്ചുകൊണ്ട് ഹവ്വ തീരുമാനമെടുത്തു. അവ എന്താ ചെയ്തത്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വചനം. നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. കർത്താവില്ലാത്ത തീരുമാനമായിരുന്നു. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിൽ അഭികാമിയുമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അവളത് പറിച്ചു കണ്ടു. കർത്താവിന്റെ ആലോചന അവർ മാറുകയാണ്. ഹവ്വ തീരുമാനമെടുക്കുകയാണ്, ആ പഴം ഞാൻ തിന്നും, അത് തിന്നിരിക്കും, ഞാനത് തിന്നും. ആ തീരുമാനത്തെ പ്രതി, വിവേകശൂന്യമായ ആ തീരുമാനത്തിന് പ്രതി അവർക്കുണ്ടായ നഷ്ടം എന്താ? പറുദീസ നഷ്ടപ്പെട്ടു. ഇതല്ലേ പ്രഭാഷണ പുസ്തകത്തിൽ കണ്ടത്? വിവേകശൂന്യമായ തീരുമാനം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അനേകരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഹവ്വയ്ക്ക് പറുദീസ നഷ്ടപ്പെട്ടു. രണ്ടാമത്തൊരു വ്യക്തി ആരാന്നറിയോ? സാംസനാണ്. ആരായിരുന്നു സാംസൺ? സാംസൺ എന്നൊക്കെ പറയുമ്പോ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഭയങ്കര ഹീറോയാണ്. കാരണം മാനുഷികമായ അത്രയും ഭയങ്കരമായ ശക്തിയുടെ ഉടമസ്ഥൻ സാംസൺ എന്തൊക്കെയാ ചെയ്തിരിക്കണേ. എന്നാൽ ജീവിതത്തിന് പ്രത്യേക സാഹചര്യത്തിൽ സാംസൺ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ കർത്താവില്ലായിരുന്നു. ആ തീരുമാനത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവില്ലായിരുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിൽ ഉണ്ടാകണം. അതാണ് നമുക്ക് വിജയം, അതാണ് നമുക്ക് രക്ഷ, അതാണ് നമുക്ക് സുരക്ഷിതത്വം. ന്യായാധിപന്മാരുടെ പുസ്തകം ദ ബുക്ക് ഓഫ് ജഡ്ജസ് ആണ്, 16-ാം അധ്യായം 4-ാമത്തെ വചനം. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അതിനുശേഷം സോറയ്ക്ക് താഴ്വരയിലുള്ള ദലീൽ എന്ന സ്ത്രീ അവൻ സ്നേഹിച്ചു. ഇതാണോ കർത്താവ് പറഞ്ഞത് അവനോട്? അല്ല, ഒരിക്കലുമല്ല. അതൊരു അൺഗോഡ്ലി റിലേഷൻ ആയിരുന്നു. ആ ബന്ധത്തിൽ കർത്താവില്ലായിരുന്നു. ആ തെറ്റായ ബന്ധത്തിൽ പരിശുദ്ധാത്മാവില്ലായിരുന്നു. അവന്റെ റോങ് ആയ ഡിസിഷൻ, ആ പെണ്ണിനെ സ്നേഹിക്കുവാൻ, അവളുമായി പാപം ചെയ്യാനുള്ള സംസന്റെ വ്യഗ്രത, അവന്റെ ശക്തി അവന് വിട്ടുപോയി എന്നാണ്. ഹോളി സ്പിരിറ്റ് അവനെ വിട്ടുപോയി. ആ തെറ്റായ തീരുമാനം മൂലമാണ് ഇത് സംഭവിച്ചത്. പരിശുദ്ധാത്മ വിട്ടുപോയി. 20-ാമത്തെ വചനം എന്താ പറയുന്നത്? അതിന്റെ അവസാന ഭാഗം നമ്മൾ എല്ലാവരും ചേർന്ന് വായിച്ച് 20-ാമത്തെ വചനം വ്യക്തമായി പരിശുദ്ധാത്മ പറയാണ്, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കർത്താവിന്റെ പ്രസൻസ് മാറി. The Lord has left. കർത്താവ് സംസനെ വിട്ടുപോയി. റോങ് ഡിസിഷൻ, തെറ്റായ തീരുമാനം. 2021 പ്രവേശിക്കാൻ പോകും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് മുറുകെ പിടിക്കണം. ചങ്ക് പറിച്ച് നമ്മുടെ കർത്താവിന് കൊടുക്കണം. കർത്താവില്ലാത്ത, കർത്താവിന്റെ പരിശുദ്ധാത്മാവില്ലാത്ത ഒന്നും വേണ്ട, ഒരു തീരുമാനവും വേണ്ട. അതാണ് നമ്മുടെ വിജയം. നമ്മുടെ പോളിസി അതായിരിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ നിലപാട് അതായിരിക്കണം. മറ്റൊരു വ്യക്തിയാണ് ഗഹസി.
എലീശയുടെ ഭൃത്യനാണ്. ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം ഏലിയായിൽ നിന്ന് സ്വീകരിച്ചവനായിരുന്നു എലീശ. ഈ എലീശയുടെ ഡബിൾ പോർഷൻ അനോയിന്റിങ് സ്വീകരിക്കേണ്ടവനായിരുന്നു ഗഹസി. എന്നാൽ അവന്റെ തെറ്റായ തീരുമാനം, കർത്താവില്ലാത്ത അവന്റെ റോങ് ഡിസിഷൻ അവൻ എവിടെ കൊണ്ടെത്തിച്ചു? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വചനം 5:20 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ദൈവപുരുഷനായ എലീശയുടെ ഭൃത്യൻ ഗഹസി ചിന്തിച്ചു, എന്റെ യജമാനൻ സിറിയക്കാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണ്, ഞാൻ അവന്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. ആലോചിച്ച് നോക്കി, ഇതിനാണ് ദൈവം അഭിഷേകം ചെയ്തത്. ഞാൻ എന്തെങ്കിലും വാങ്ങും. പുള്ളി അങ്ങനെ തീരുമാനിക്കുകയാണ്. എനിക്കിങ്ങനെ ജീവിച്ചാ പോരാ, കുറച്ചൊക്കെ അടിച്ചു പൊളിക്കണം, എനിക്ക് കുറച്ച് കയ്യിൽ കുറച്ച് പണം വരണം, എനിക്ക് എൻജോയ് ചെയ്യണം, നാമാന്റെ പക്കലുള്ള വസ്ത്രങ്ങളും പണമൊക്കെ വാങ്ങാം. ഗഹസി തീരുമാനമെടുത്തു. തെറ്റായി വിവേകശൂന്യമായ തീരുമാനം ഗഹസി എവിടെ കൊണ്ടെത്തിച്ചു? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 27-ാമത്തെ വചനം. ആ വചനം കൊടുത്ത് ശ്രദ്ധിച്ചേ. നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്ക് എന്നേക്കുമായി വന്നു ചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീശയുടെ സന്നിധി വിട്ടുപോയി. അതിശക്തമായ അഭിഷേകത്താൽ കർത്താവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ട ഗഹസി കുഷ്ഠരോഗം ബാധിച്ച് കുഷ്ഠരോഗിയായി ദൈവസന്നിധി വിട്ടു പോവുകയാണ്. അവന്റെ നാശത്തിന് കാരണം എന്താ? തെറ്റായ തീരുമാനം, റോങ് ഡിസിഷൻ. അവസാനമായി ദേമസാണ്. പക്ഷെ പൗലോസ്ലിയുടെ കൂടെ ശക്തമായി ശുശ്രൂഷ ചെയ്ത നല്ല ഒരു ദൈവ ശുശ്രൂഷകനായിരുന്നു ദേമസ്. നാളുകൾ കഴിഞ്ഞപ്പോൾ പിശാച് അവനെ പ്രലോഭിപ്പിച്ചു, പിശാച് അവനെ വശീകരിച്ചു. അവൻ ഒരു തീരുമാനമെടുത്തു, കർത്താവിന്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട, കർത്താവിന്റെ ശുശ്രൂഷയേക്കാൾ വലുത് എനിക്ക് ലോകത്തിന്റെ സുഖങ്ങളാണ്, എനിക്ക് കുറച്ചും കൂടി അങ്ങ് എൻജോയ് ചെയ്യണം. ചിലരങ്ങനെ ചിന്തിക്കാറില്ലേ, ഇവിടെ എപ്പോഴും ഈ പ്രാർത്ഥന, എപ്പോഴും ഈ ഹല്ലേലൂയ, എപ്പോഴും ഇങ്ങനെ ജപമാല ചൊല്ലില്ലേ, എപ്പോഴും കരുണയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കില്ലേ, എപ്പോഴും മുട്ടുമുടക്കിൽ, എപ്പോഴും ഇങ്ങനെ കൈവിരിക്കില്ലേ, ഉപവാസം, പരിത്യാഗം, ഇതെന്തൊരു ജീവിതം അത്, ഇത് തനി ബോറിംഗ് അല്ലേ, കുറെ കഴിയുമ്പോൾ മടുപ്പ് വരില്ലേ? ഇങ്ങനെയുള്ള ചിന്തകൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ദേമസിന് ഈ പീഡയാണ്, ഈ ഒരു തിന്മയുടെ ആത്മാവ് അങ്ങ് ബാധിച്ചു. നല്ല ഒന്നാന്തര ശുശ്രൂഷകനായിരുന്നു. ശുശ്രൂഷ അവസാനിപ്പിച്ചു. പൗലോസ്ലീഹ പറയാണ്, തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വചനം. എന്താണ് പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നത്? നമുക്ക് വചനം ഒന്ന് ശ്രദ്ധിക്കാം. പൗലോസ്ലീഹ പറയാണ്, ദേമസ് അവൻ എന്നെ വിട്ടുപോയി. ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമസ് എന്നെ വിട്ടുപോയി. പൗലോസിന്റെ കൂടെ നടന്ന് ശുശ്രൂഷ ചെയ്തവനായിരുന്നു. എന്നാൽ തെറ്റായ ചില തീരുമാനങ്ങൾ, റോങ് ഡിസിഷൻ, ആ തീരുമാനം ദേമസിനെ നാശത്തിലെത്തിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ആലോചനയിൽ തീരുമാനമെടുത്തവരും കർത്താവില്ലാതെ തീരുമാനമെടുത്തവരും നമ്മൾ വ്യത്യാസം നമ്മൾ കണ്ടു. നമ്മൾ 2020 അവസാന ദിനങ്ങളിലാണ്. കർത്താവിന് നന്ദി പറയേണ്ട സമയം, കൂടുതൽ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട സമയം. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവമക്കളെ. നമ്മുടെ 100 പ്രശ്നങ്ങളിലെ, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിലെ, നമ്മുടെ സങ്കടങ്ങളിലെ, കണ്ണുനീരുകളിലെ പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിൽ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കണമെങ്കിൽ, പരിശുദ്ധാത്മന്റെ അഭിഷേകം ഇടിമിന്നൽ പോലെ കടന്നു വരണമെങ്കിൽ കർത്താവിനെ കൂട്ടുപിടിച്ച് കർത്താവിനോട് ചേർന്ന് തീരുമാനമെടുക്കുക. അവൻ കൃത്യമായ ആലോചന പറഞ്ഞു തരും. ഷെഖേന ടെലിവിഷൻ, എനിക്ക് നിങ്ങളെ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റും, ഇപ്രകാരം ഒരു ന്യൂസ് ചാനൽ ആരംഭിക്കണമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന ഉള്ളിൽ തന്നു. ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയി. സാധാരണക്കാരെ നമ്മളെ കൊണ്ടൊക്കെ എങ്ങനെ ഒരു വാർത്താ ചാനല്, നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാര്യം. കർത്താവ് പറഞ്ഞു, ദിസ് ഇസ് മൈ മിഷൻ, ഇത് എൻ്റെ ശുശ്രൂഷയാണത്, ഞാനത് ചെയ്തിരിക്കും. പൊതു ശുശ്രൂഷകളൊക്കെ മാറ്റിവെച്ച് 5-6 മാസം പ്രാർത്ഥനയിലും കർത്താവിനുള്ള ആലോചനയിലും ആ ദിനങ്ങളെല്ലാം ചെലവഴിച്ചു. ആത്മീയപിതാക്കന്മാരോട് പങ്കുവെച്ചു.
കർത്താവിൻ്റെ ശുശ്രൂഷകരുമായി ഇതെല്ലാം ഷെയർ ചെയ്തു. 5-6 മാസങ്ങൾക്ക് ശേഷം വ്യക്തമായ ആലോചന മനസ്സിലായി. ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്, ഇത് കർത്താവിൻ്റെ മിഷനാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു വാർത്താ ചാനല് കർത്താവിൻ്റെ ജനത്തിന് ആവശ്യമാണ്, നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് കൃത്യമായി പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്തുകയാണ്. അതിനു വേണ്ടി നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. നമുക്ക് ഒത്തിരി സംശയം തോന്നുന്നതുമാറ് കഷ്ടനഷ്ടങ്ങൾ, നൊമ്പരപ്പെടുത്തുന്ന വേദനയുടെ അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി. എന്നാൽ ഇതിന്റെ നടുവിലും വിശ്വസ്തയോടെ കർത്താവ് കരം പിടിച്ച് നയിച്ചു. ഹല്ലേലൂയ! കർത്താവ് ബോധ്യപ്പെടുത്തി, ഇതെന്റെ മിഷൻ തന്നെയാണ്, ഇതെന്റെ പദ്ധതിയാണ്. ഷെക്കേന ടെലിവിഷൻ ഇതെന്റെ സ്വപ്നമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളെല്ലാം കൂടുതൽ സ്വർഗം ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ ആലോചനയിൽ നിന്ന് രൂപം കൊണ്ട ഏതൊരു തീരുമാനത്തിൻ്റെ മേലും കർത്താവിൻ്റെ കയ്യൊപ്പുണ്ടായിരിക്കും, കർത്താവിൻ്റെ ആശീർവാദം ഉണ്ടായിരിക്കും, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുണ്ടായിരിക്കും. നമ്മളൊന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. കർത്താവ് വിശ്വസ്തയോടെല്ലാം നോക്കിക്കൊള്ളും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവേ, കൃപയുടെയും പ്രാർത്ഥനയുടെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു നിമിഷം നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. 100 കണക്കിന് സഹോദരി സഹോദരങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഹൃദയം നുറങ്ങി നിറ കണ്ണുകളോടെ നമ്മളായിരിക്കുന്നിടത്ത് ഈ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുമുമ്പിൽ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്മേലെല്ലാം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരികയാണ്. പ്രവാചകനായ ഏലിയ ആ ബലിപീഠത്തിനടിക്ക് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ തിരുവെഴുത്ത് പറയാണ്, കർത്താവിൽ നിന്ന് തീ പുറപ്പെട്ടു, കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി. ഇതുപോലെ ഈ സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ കഷ്ടതകളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക്, നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളിലേക്കും കർത്താവിൽ നിന്ന് തീ ഇറങ്ങി, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടാൻ, കർത്താവിൽ നിന്ന് കൃപ നിറഞ്ഞൊഴുകാൻ നമ്മൾ ഒരു നിമിഷം ഒരുമിച്ച് ഒരു മനസ്സോടെ ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവശക്തി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവകൃപ നിറഞ്ഞൊഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം മറന്ന് ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ വിശ്വാസത്തോടെ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, പ്രവർത്തിക്കണമേ, കർത്താവ് ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ. ക്യാൻസർ രോഗികള്, ട്യൂമർ രോഗികള്, ലിവർ സിറോസിസ് രോഗികള്, ഉദര സംബന്ധമായ രോഗികള്, ഹൃദ്രോഗികള്, സ്ഥിരസംബന്ധമായ രോഗികള്, എല്ല് സംബന്ധമായ രോഗികള്, എല്ലാ രോഗികളും കർത്താവിന്റെ നാമത്തിന് അത്ഭുത ശക്തിയാൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, അത്ഭുത ഡെലിവറൻസ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളില്ലാത്ത ദമ്പതികളിലേക്ക് കർത്താവേ കൃപ പകരണമേ, മക്കളെ കൊടുക്കണേ കർത്താവേ. വിവാഹ തടസ്സങ്ങളെ മാറ്റണമേ, ജോലി തടസ്സങ്ങൾ മാറ്റണമേ, കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ, കർത്താവേ കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, വരിക വരിക. പരിശുദ്ധാത്മാവേ, എല്ലാ തകർച്ചകളിലേക്കും ഞങ്ങളെല്ലാം നിയോഗങ്ങളിലേക്ക് വരിക. പരിശുദ്ധാത്മാവേ, അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിമോചനങ്ങള്, അത്ഭുത കൃപകൾ നൽകണമേ. ആത്മീയ ഭൗതികമായ നന്മകള് ഈ സമയം കർത്താവേ അവിടുത്തെ ജനത്തിന്റെ മേൽ പകരണമേ. ഓരോ വ്യക്തിക്ക് ആവശ്യമായ, ഓരോ കുടുംബത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളും നന്മകള്, കൃപകള് പരിശുദ്ധാത്മാവേ പ്രദാനം ചെയ്യണമേ, പ്രദാനം ചെയ്യണമേ. കവിഞ്ഞൊഴുകണമേ, വരിക വരിക. പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണം. കണ്ണുനീരുകൾ തുടയ്ക്കണം പരിശുദ്ധാത്മാവേ. വേദനിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുക പരിശുദ്ധാത്മാവേ.
നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ പ്രത്യാശ കൊണ്ട് പൊതിയുക പരിശുദ്ധാത്മാവേ. Lord bless, anoint Lord. Hallelujah, hallelujah. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി വന്നു. നമ്മുടെ ദുഃഖ ദുരിതങ്ങളിൽ ദൈവശക്തി വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വരും ദിനങ്ങളിൽ പ്രകടമായ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നൽകും. രോഗസൗഖ്യമുണ്ട്, രോഗസൗഖ്യം. വീട് പണി, അതിന് തടസ്സങ്ങൾ കർത്താവ് അനേകരുടെ തടസ്സങ്ങളെ മാറ്റി. ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, വിട്ടുമാറാത്ത വിവിധങ്ങളായ രോഗപീഠകൾ, ഇതിന്മേലെല്ലാം കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സമയമായിരുന്നു. അനേകരുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഇടിമിന്നൽ പോലെ പ്രവഹിച്ചു. എൻ്റെ ശരീരത്തിന്മേലും ശക്തമായൊരു ദൈവസാന്നിധ്യ പകർച്ചയുണ്ടായിരുന്നു. നുറുങ്ങിയ ഹൃദയത്തൊരിക്കലും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. തുടർന്നുള്ള ദിനങ്ങളിൽ കർത്താവ് നന്മകൾ പ്രകടമായി നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തുമ്പോൾ ഷെഖീനയുടെ ഓഫീസിലേക്ക് നിങ്ങൾ വിളിക്കണം. നമുക്ക് ഒരുമിച്ച് ഈശോയിൽ സന്തോഷിക്കാം. അനേകർ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥന നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ റേമ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ അതിനു വേണ്ടി ഒരു ശുശ്രൂഷകയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ടീം അതിനു വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളൊക്കെ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. 2020 സമാപിക്കുന്നു. ഈ വർഷത്തിൻ്റെ നന്മകൾ, 2021 ഈ വരാൻ പോകുന്ന പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഹൃദയം തുറന്ന് ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആശംസിക്കുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന ജീവനുള്ള നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.